وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله سبحانه وتعالى في قرآنه المجيد: يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന്, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധമായ റമളാൻ മാസം, അതിനിനി ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ആ റമളാൻ മാസത്തിൻ്റെ പവിത്രത കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടു, മനസ്സിലാക്കി. അതോടൊപ്പം ആ റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞിടത്ത്, ഈ മാസത്തിലാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഈ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഷാഹിദാണെങ്കിൽ അവൻ നോമ്പ് നോക്കട്ടെ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. നോമ്പ് എന്ന പവിത്രമായ ഇബാദത്ത്, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു സ്തംഭമായ അർക്കാൻ ഇസ്ലാമിലെ ഒരു റുക്കിനായ നോമ്പിനെ ഇബാദത്തായി നിർബന്ധമാക്കി അള്ളാഹു നിശ്ചയിച്ചത് ഈ റമളാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ നോമ്പ് എന്താണ്, ആ നോമ്പിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ആ നോമ്പിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ആ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ നോമ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു മാധുര്യമുണ്ടാകും. നമ്മുടെ ഈമാനിനൊരു മാധുര്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മാധുര്യം ആസ്വദിക്കാൻ കഴിയുക എന്നത് മഹാസൗഭാഗ്യമാണ്. എന്നതുപോലെ ഈ നോമ്പ് എന്നത് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇടങ്ങേറായി മുസ്ലിം ആയതുകൊണ്ട് എടുക്കുന്നു എന്ന രൂപത്തിൽ എടുക്കേണ്ടതല്ല നമ്മുടെ റമളാനിലെ നോമ്പ് എന്നുള്ളത്. മറിച്ച് നമ്മൾ ആവേശത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പുണ്യം സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടി, റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുള്ള ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ ആ നോമ്പ് ഒരിക്കലും നമുക്കൊരു പ്രയാസമാവുകയില്ല. ആ നോമ്പ് നമുക്ക് ആനന്ദമായിരിക്കും. ആ നോമ്പിലെ പകലുകൾ നമ്മൾ തീർന്നു പോകുന്നതറിയാത്ത രൂപത്തിൽ റമളാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകും. പിന്നെ ഒരു വിഷമമായിരിക്കും. സഹാബത്ത് അങ്ങനെയായിരുന്നു. റമളാൻ കഴിയുന്ന ആ ദിനരാത്രങ്ങളിൽ, അവസാനത്തെ 10 അവസാനത്തെ ദിനങ്ങളിൽ സഹാബത്ത് കരയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ റമളാനിനെ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ ശഅബാനിൽ നമ്മൾ നേടിയെടുത്തേ മതിയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റമളാനിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയുക എന്നത്.
അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് എന്നത് അതെന്താണ് എന്നും അതിൻ്റെ പവിത്രത എന്ത് എന്നും അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്ത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ 10ഓളം അനുഗ്രഹങ്ങളെയും നേട്ടങ്ങളെയും പുണ്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. റമദാനിൽ നിർബന്ധമാക്കപ്പെട്ട ഈ നോമ്പ് എന്നത് അത് തുല്യതയില്ലാത്ത ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. മഹാനായ സ്വഹാബി അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കണം, റസൂലേ അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏത് കർമ്മമാണ് ഏറ്റവും അഫ്ളലായത്? ഫളൽ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, അലൈക ബിസ്സൗം, നിനക്ക് ഏറ്റവും നല്ല കർമ്മം എന്നുള്ളത് നോമ്പാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കി അത് ആ സ്വഹാബിയോട് മാത്രം ആയി പറഞ്ഞതല്ല. ഓരോ സ്വഹാബിമാർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുമെങ്കിലും നിനക്ക് നോമ്പാണ് ഉത്തമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി വളരെ ശ്രദ്ധേയമാണ്. ഫഇന്നഹു ലാ ഇദ്ല ലഹു, ആ നോമ്പിന് പകരം വെക്കാനെന്ന മറ്റൊരു ഇബാദത്തില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നോമ്പിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹനീയമായ രഹസ്യമാകുന്നു നോമ്പിന് തുല്യമായി കൊണ്ട് മറ്റൊരു ഇബാദത്തുമില്ല. ദീർഘനേരം ആ ഇബാദത്ത് നിൽക്കുന്നു. ആ ഇബാദത്തിനിടയിൽ പലതും നമ്മൾ മനഃപൂർവ്വം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ വിട്ടുനിൽക്കുന്നു. എന്തെല്ലാം സൂക്ഷ്മതയാണ് ആ നോമ്പിൻ്റെ വിഷയത്തിൽ നമ്മൾ പാലിക്കുന്നത്. എന്നാൽ നിസ്കാരത്തിൽ അങ്ങനെയല്ല, ഹജ്ജിൽ അങ്ങനെയല്ല, ഉംറയിൽ അങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി പലതിനും വ്യത്യസ്തമായ ഒരു മേഖലകൾ ഉള്ളതുപോലെ ഈ നോമ്പ് എന്നത് എല്ലാ ഇബാദത്തിൽ നിന്നും വ്യത്യസ്തമായി വ്യതിരിക്തമായി നിൽക്കുന്നു എന്നതാണ് നോമ്പിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്. മറ്റൊരു ഇബാദത്തിനും തുലനം ചെയ്യാൻ കഴിയാത്ത അത്രയും മഹനീയമായ ഇബാദത്താകുന്നു നോമ്പ് എന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ? കണക്കില്ലാത്ത പ്രതിഫലം. മറ്റെല്ലാ ഇബാദത്തിനും കൃത്യമായ കണക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, കുല്ലു അമലി ബിനി ആദം, എല്ലാ പ്രവർത്തനങ്ങളും ആദം സന്തതികൾ അവർ ചെയ്യുന്ന പ്രവർത്തനം അവർക്കുള്ളതാണ്. എന്നാൽ ആ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുളാഇഫുൽ ഹസന, അവരുടെ നന്മകൾക്ക് പ്രതിഫലം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് എത്രത്തോളം? 700 ഇരട്ടി വരെ ഹദീസിൽ കാണാം. 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മയ്ക്ക് 700 ഇരട്ടി പ്രതിഫലം വരെ തരുന്നതാണ്. എന്നിട്ട് ആ ഹദീസ് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പൊഴികെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി എല്ലാത്തിനും 700 വരെ തരുള്ളൂ മാക്സിമം. എന്നാൽ നോമ്പിനോ 700 അല്ല, നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ഖുദ്സിയായ ഹദീസായി കൊണ്ടാണ് ഉദ്ധരിക്കുന്നത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സംസാരിച്ച സംസാരമാണ്, അല്ലാഹുവിൻ്റെ വാചകങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു എന്ന് പറയാണ് ഫഇന്നഹു ലീ, അല്ലാഹു പറയാണ് ആ നോമ്പ് എനിക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം, നമ്മുടെ ഹജ്ജ്, നമ്മുടെ മറ്റു ഇബാദത്തുകൾ ഇതെല്ലാം ആർക്കു വേണ്ടിയാണ്? എല്ലാം അല്ലാഹ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടും അല്ലാഹു ഈ നോമ്പിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതിന് പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നിസ്കാരത്തിന് പ്രതിഫലം നൽകുന്നത് അല്ലാഹു അല്ലേ? മറ്റു ഇബാദത്തുകൾക്കെല്ലാം പ്രതിഫലം നൽകുന്നത് അല്ലാഹു അല്ലേ? എന്നിരിക്കെ തന്നെ അല്ലാഹു ആണ് എന്നിരിക്കെ തന്നെ അല്ലാഹു ഇത് പ്രത്യേകം പറഞ്ഞത് എന്തുകൊണ്ട്? ആ നോമ്പിന് പവിത്രതയുണ്ട്, ആ നോമ്പിന് പ്രതിഫലങ്ങൾ ഏറെയാണ്. നമ്മൾ കണക്കാക്കുന്നതിനും അപ്പുറമാണ് നോമ്പിന്റെ പ്രതിഫലങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിന് തത്തുല്യമായി കൊണ്ട് ഇതിൽ ഒരു ഇബാദത്തുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തീർന്നില്ല, ഇങ്ങനെ ഒരു പ്രതിഫലം അല്ലാഹു കണക്കാക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ സബബുൻ നുസൂൽ മറ്റൊരായത്ത് നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാത്ത പ്രതിഫലം നൽകാനുള്ള കാരണം അവൻ ക്ഷമയോടുകൂടി ആ നോമ്പിനെ നോക്കിയെന്നാണ്. അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണം, അതിന് ക്ഷമ വേണം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കണമെങ്കിൽ മുന്നിൽ ഭക്ഷണമുണ്ട്, മുന്നിൽ വെള്ളമുണ്ട്, അതെല്ലാം ഉണ്ടായിരിക്കെ ദാഹിച്ചിട്ടും വിശന്നിട്ടും ആ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മാറി നിന്നതിൽ ക്ഷമയുണ്ട്. ആ ക്ഷമ അവലംബിച്ചത് കൊണ്ടാണ് അവൻ ഇത്രയേറെ കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മൂന്നാമത്തത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന, റമദാനിൽ തന്നെ ആ മാസത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞതും അതിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ കഴിയുക എന്നതും പാപങ്ങൾ പൊറുക്കാൻ ഉള്ള ഒരു കാരണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കെ തന്നെ ആ റമദാനിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, റമദാൻ മാസത്തിൽ ആർക്കെങ്കിലും നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ ആ നോമ്പിലൂടെ അവന് കിട്ടുന്ന പ്രതിഫലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അത് കടലിന്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എണ്ണാൻ കഴിയില്ല. കടലിന്റെ നുരയും പതയും എത്രയെന്ന് നമുക്ക് എണ്ണാൻ കഴിയില്ല. അത്രത്തോളം ഉണ്ടെങ്കിൽ പോലും അള്ളാഹു അവന്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, വലിയ ഓഫറാണ് കിട്ടാനിരിക്കുന്നത്, വലിയ അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. നാലാമത്തത്, ആ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന ചില രംഗങ്ങളുണ്ട്. അതിൽ നോമ്പിന് അവസരമുണ്ട് എന്നാണ്, അതിന് ഖുർആനിന് അവസരമുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫിആനി ലിൽ അബ്ദ്. ഒരു അടിമയ്ക്ക് ഖുർആനും നോമ്പും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും. അള്ളാഹുവേ, നീ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, നരകത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം എന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന, അതിൽ നോമ്പ് പറയുന്ന ഒരു രൂപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഐ റബ്ബി ഇന്നി മനഅതുഹു അത്അമ വശറാബ ബിന്നഹാർ. പകലിൽ ഞാൻ അവനിൽ നിന്ന് അവൻ്റെ ഭക്ഷണത്തെയും വെള്ളത്തെയും തടഞ്ഞു വെച്ചവനാണ് റബ്ബേ, നീ അവന് പുറത്തു കൊടുക്കണം, നീ അവന് സ്വർഗം കൊടുക്കണം എന്ന് മലക്ക് പറയുമെന്ന്, എന്ന് നോമ്പ് പറയുമെന്നാണ്. ഇനി ഖുർആൻ പറയുന്നത് എന്താ? ഖുർആൻ പറയുന്നത് മനഅതുഹുൽ നൗം ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കം കെടുത്തിയതാണ് ഞാൻ. അവൻ ഖുർആൻ പാരായണത്തിനു വേണ്ടി രാത്രി ഒഴിഞ്ഞിരുന്നു, അവന്റെ ഉറക്കത്തെ മാറ്റിവെച്ചു. അല്ലാഹുവേ, നീ അവന് പുറത്തു കൊടുക്കണം, നീ അവന് സ്വർഗം കൊടുക്കണം, നരകത്തിൽ നിന്ന് നീ അവനെ രക്ഷിക്കണം എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന. സഹോദരന്മാരെ, ഇത് വല്ലാത്ത ഓഫറാണ്. നമുക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ ചെയ്യാൻ ഒരാളും എന്ന് പറയുന്ന ആ ദിവസത്തിൽ ഒരാൾക്കും പരസ്പരം ശുപാർശ ചെയ്യാൻ കഴിയാത്ത വേളയിൽ, വാപ്പ മകനെ വിട്ടോടുന്ന, ഉമ്മ മക്കളെ ഉപേക്ഷിച്ചോടുന്ന ആ ഭയാനകരമായ ലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന നോമ്പും ഖുർആനും ചില്ലറക്കാരിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ആ റമദാനിന്റെ നോമ്പിനെ, ആ റമദാനിന്റെ സമയങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം എന്നാണ്. അഞ്ചാമത്തത്, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ആരുടെ പ്രാർത്ഥന? നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞ 3 പ്രാർത്ഥനകൾ തള്ളിക്കളയുകയില്ല എന്നാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് എതിരാണെങ്കിൽ പോലും അള്ളാഹു തള്ളിക്കളയില്ല എന്നാണ്. രണ്ടാമത്തത് വദഅവത്തുസ് സാഹിം, നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നോമ്പുകാരനായിരിക്കെ പ്രാർത്ഥിക്കാൻ, തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, റബ്ബിനോടെല്ലാം പറയാൻ, അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും റബ്ബിനോട് പറഞ്ഞ്, റബ്ബേ നീയാണ് എല്ലാത്തിനും ഉടയവൻ, എനിക്ക് നീ നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബേ പരലോകത്ത് നീ എന്നെ രക്ഷപ്പെടുത്തണമേ, ഖബറിൽ നീ എനിക്ക് വിശാലത നൽകണമേ എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലെ ദുന്യവിയായ ഉഖ്റവിയായ ആവശ്യങ്ങളെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് റമദാനിന്റെ പകലിൽ
രാത്രികളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തത്, നോമ്പുകാരന് 2 സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് ഇൻദൽ ഫിത്രി, അവൻ നോമ്പ് അവസാനിച്ച് ആഘോഷിക്കുന്ന ചെറുപെരുന്നാളിൻ്റെ ദിവസത്തിൽ, ശവ്വാൽ 1 മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ആ സന്തോഷ സുദിനം, ആ സുദിനം അവൻ ആനന്ദമാണ്, ആ നോമ്പിലൂടെ കിട്ടുന്ന നിർവൃതിയാണ്, സന്തോഷമാണ്. എന്നാൽ രണ്ടാമത്തതോ ആകാശ ലോകത്തെത്തി റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സുദിനമാണ്. അതുകൊണ്ട് അങ്ങനെ 2 സന്തോഷം കിട്ടാനിരിക്കുന്നത് നോമ്പുകാർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഏഴാമത്തത്, നോമ്പുകാരുടെ വായിൽ നിന്ന് വരുന്ന ഗന്ധത്തെക്കുറിച്ച് നമ്മൾ പറയും അത് ദുർഗന്ധമാണ് എന്ന്. ഒരല്പം സ്മെല്ല് വരുമ്പോഴേക്ക് മൂക്കുപൊത്തും, മാറി നിൽക്കും, നോമ്പുകാരൻ്റെ അടുത്ത് നിന്ന് ഒരല്പം തിരിഞ്ഞു സംസാരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലോ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, വല്ലദി നഫ്സി മുഹമ്മദിൻ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യമെന്ന് പറഞ്ഞ് ലഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ മണമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, ആകെ വായ നാറ്റിച്ച് നടക്കുന്ന ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾ പറയും നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല്ല് വെക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വായയിലെ ഗന്ധം മറിയാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അഥവകളാണ്. എന്നാൽ അത്തരം ഗന്ധങ്ങളോ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഗന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. എട്ടാമത്തത്, സ്വർഗനിവാസികൾക്ക് പ്രവേശിക്കാൻ, സ്വർഗനിവാസികൾ അതിൽ നോമ്പുകാർക്ക് പ്രവേശിക്കാൻ മാത്രം പ്രത്യേകമായ വാതിൽ, 8 കവാടങ്ങൾ സ്വർഗത്തിന്. ആ 8 കവാടങ്ങളിൽ നോമ്പുകാർക്ക് വേണ്ടി മാത്രം സ്പെസിഫൈ ചെയ്ത ഒരു വാതിലുണ്ട്, ഒരു ഡോറുണ്ട്, ഒരു എൻട്രി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫിൽ ജന്നതി ബാബൻ, സ്വർഗത്തിലൊരു വാതിലുണ്ട്. യുഖാലു ലഹു അർ-റയ്യാൻ, അതിനെ വിളിക്കപ്പെടുന്നത് റയ്യാനി എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? യദ്ഖുലു മിൻഹു സ്സായിമൂൻ, അതിലേക്ക് നോമ്പുകാർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. നോമ്പുകാർ മാത്രമാണ് അതിലൂടെ പ്രവേശിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മലക്കുകൾ വിളിച്ചു ചോദിക്കുന്നതാണ്, ഐന സ്സായിമൂൻ, എവിടെ പോയി നോമ്പുകാർ പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് അവർ സ്വീകരിക്കുന്ന, അവർ വരവേൽക്കുന്ന അങ്ങനെയുള്ള മഹനീയമായ ഒരു സുദിനം നമുക്ക് വരാനുണ്ട്. തീർന്നില്ല. ആ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഇദാ ദഖലു ഉഗ്ലിക ഫലം യദ്ഖുലു മിൻഹു അഹദ്, അങ്ങനെ നോമ്പുകാരെല്ലാം അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാതിലിലൂടെ നോമ്പുകാരല്ലാത്ത ഒരാളും പ്രവേശിക്കുകയില്ല എന്നാണ്. അത്രയും മഹനീയമായ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പ്രത്യേകമായ വാതിലുകൾ തയ്യാറായിരിക്കുകയാണ്. അത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. 9ാമത്തത്, നാം ഭയപ്പെടുന്ന മരണാനന്തരം നരകത്തിൽ നിന്ന ഭയാനകരമായ അവസ്ഥയിൽ നിന്ന്, ആ ഒരു സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നോമ്പ് ഉപകരിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അസ്സിയാമു ജുന്നത്തുൻ മിനൻ നാർ, സിയാമു ജുന്ന, പരിചയാണ്, നരകത്തിൽ നിന്നുള്ള പരിചയാണ് നോമ്പ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 10ാമത്തത്, നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴി ദൂരമാണ് അവന് അകലാൻ കഴിയുക. ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 വർഷം അകലാൻ, നരകത്തിൽ നിന്ന് അകലാൻ നമുക്ക് സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്താ കിട്ടാനുള്ളത്? ഇല്ലാ ബഅദല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അകറ്റുമെന്നാണ്. അനിന്നാരി 70 ഹരീഫ, നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം. 70 വർഷത്തെ വഴി ദൂരം അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ 70 × 30 210 വർഷത്തെ 30 ദിവസം നമുക്ക് റമദാൻ കിട്ടുകയാണെങ്കിൽ
210 വർഷം യാത്ര ചെയ്യുന്ന അത്ര ദൂരം നരകത്തിൽ നിന്നകലാൻ നമുക്ക് സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാനിൻ്റെ നോമ്പുകൾ നമ്മൾ ക്രിയാത്മകമായി കണ്ട് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ ആനന്ദം നേടിക്കൊണ്ടായിരിക്കണം നമ്മൾ റമദാനിൻ്റെ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ച യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്ത് ഈ റമദാനിലെ നോമ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? എനിക്കും നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ്? എന്താ അതിൻ്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ. അത് കൃത്യമായ രൂപത്തിൽ ആ നോമ്പിനെ അനുഷ്ഠിക്കേണ്ട രൂപത്തിൽ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ അവൻ തഖ്വയുള്ള മനുഷ്യനായി മാറാൻ അവന് സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നോമ്പ്? അതിൽ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, ചില പ്രത്യേകമായ വ്യക്തികൾക്ക് മാത്രമാണ് നോമ്പുള്ളത്. എന്ന് വെച്ചാൽ മുസ്ലിമായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, ഹൈദിലും നിഫാസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് മാത്രം. രണ്ടാമത്തത്, പ്രത്യേകമായ സമയത്താണ്. രാത്രിയിൽ നോമ്പെടുക്കാൻ കഴിയില്ല, പെരുന്നാൾ സുദിനങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. പ്രത്യേകമായ സമയമെന്ന് പറഞ്ഞാൽ തുലൂഉൽ ഫജ്ർ, സുബഹിൻ്റെ സമയം മുതൽ ഗുറൂബ് ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്നും നിയ്യത്തോടുകൂടി വിട്ടു നിൽക്കുക, അതാണ് നോമ്പ്. എന്താ ചില പ്രത്യേകമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ? മുഫത്തിറാത്തുൽ സൗം, നോമ്പിനെ മുറിച്ചു കളയുന്ന അക്ലു വശുർബ്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ നോമ്പിനെ മുറിച്ചു കളയുന്ന മറ്റു കാര്യങ്ങൾ, സ്ഖലനങ്ങൾ ബോധപൂർവം സംഭവിപ്പിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതെല്ലാം നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും നീയത്തോടുകൂടി വിട്ടു നിൽക്കുക. അപ്പൊ നീയത്തുണ്ടാകണമെന്നത് അടിസ്ഥാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നീയത്തില്ലാതെ നോമ്പ് അത് പരിഗണനീയമല്ല എന്ന് പണ്ഡിതന്മാർ, അത് ഓരോ ദിവസവും സെപ്പറേറ്റ് നോമ്പ്, പ്രത്യേകമായ നോമ്പ് ഓരോ ദിവസവും കരുതണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ നോമ്പെടുക്കുന്നത് അവൻ്റെ നോമ്പിന് മുമ്പുള്ള അതേ അവസ്ഥയിലായിക്കൊണ്ട്, അതായത് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് ഖൗലു സൂർ, അതായത് അന്യനെ കുറിച്ച് ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ നോമ്പെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു, അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ലക്ഷ്യം തഖ്വയോടുകൂടി ജീവിക്കാനാണ്. അപ്പോൾ നമ്മുടെ പഴയ അവസ്ഥകൾ, മോശപ്പെട്ട അവസ്ഥകളൊക്കെ മാറി ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ചിന്തയെയും നാവിനെയും ശരീരത്തെ മൊത്തം അവയവങ്ങളെയും ഒരേ ദിശയിലേക്ക് കൊണ്ടുവന്ന് റബ്ബിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്താക്കി മാറ്റാനാണ് ഈ റമദാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.